നമസ്കാരം. മലയാളികളുടെ നിത്യജീവിതത്തിൽ എന്നും നിറഞ്ഞു നിൽക്കുന്നതാണ് സലീം കുമാറിൻ്റെ തമാശകളും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ കൊണ്ടുള്ള ട്രോളുകളും. ഒരു ശരാശരി മലയാളിക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു ദിവസം പോലും സലീം കുമാറിൻ്റെ മുഖം കാണാതെ കടന്നു പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞാലും അതിൽ അതിശയോക്തിയില്ല. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ് സ്റ്റാറ്റസുകൾ എന്നിവയിലെല്ലാം ഇന്ന് മലയാളിയുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ സലീം കുമാറിൻ്റെ ഭാവങ്ങളോളം പോകുന്ന മറ്റൊന്നില്ല. സിനിമകളിൽ അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രങ്ങളെ തിയേറ്ററുകളിൽ ചിരിപ്പിച്ചതിനേക്കാൾ വലിയ രീതിയിലാണ് ഇന്ന് ട്രോൾ പേജുകളിലൂടെ വരും തലമുറകളെ പോലും പൊട്ടിച്ചിരിപ്പിക്കുന്നത്. മലയാള സിനിമയിൽ സലീം കുമാർ സൃഷ്ടിച്ച ഐക്കോണിക് കഥാപാത്രങ്ങളാണ് പല ട്രോൾ ഗ്രൂപ്പുകളുടെയും പ്രധാന ഇന്ധനം. പുലിവാൽ കല്യാണത്തിലെ മണവാളൻ, മീശമാധവനിലെ അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി, കല്യാണരാമനിലെ പ്യാരി, മായാവിയിലെ സ്രാങ്ക്, അങ്ങനെ മലയാളികളെ ചിരിപ്പിച്ച എണ്ണിയാൽ തീരാത്തത്ര കഥാപാത്രങ്ങൾ സലീം കുമാറിലൂടെ പിറന്നിട്ടുണ്ട്. ഈ കഥാപാത്രങ്ങളെല്ലാം തന്നെ പിന്നീട് ട്രോളുകളിലൂടെയും മുന്നോട്ട് പോവുകയാണ്. എല്ലാം ഒന്നിനൊന്ന് മികച്ച കഥാപാത്രങ്ങൾ. പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇവയിൽ ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ മീമുകളായി ട്രോളുകളായും കാണാറുണ്ട്. പുലിവാൽ കല്യാണത്തിലെ മണവാളൻ മലയാളത്തിലെ എക്കാലത്തെയും വലിയ ട്രോൾ മെറ്റീരിയൽ തന്നെയാണ്. അങ്ങ് ദുബായിൽ ഷെയ്ഖിൻ്റെ ഇടംകൈ ആയിരുന്നു ഞാൻ. അവിടെയെല്ലാം ഇടത്തോട്ടാണല്ലോ. അവർ വലത് കൈ ഉപയോഗിക്കുന്നത് മറ്റു പല ആവശ്യങ്ങൾക്കാണ്. കടം വാങ്ങി തിരിച്ചു കൊടുക്കാത്തവർക്ക് നീ ഒരു മാതൃക പുരുഷോത്തമനായിരിക്കണം. പടക്കങ്ങൾ ഇന്നും എനിക്കൊരു വീക്ക്നെസ് ആണ് തുടങ്ങിയ ഡയലോഗുകളും മലയാളിക്ക് ഇന്ന് കാണാപാഠമാണ്. ലാൽ ജോസിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ മീശമാധവൻ എന്ന സിനിമയിലെ മുകുന്ദനുണ്ണി എന്ന വക്കീൽ കഥാപാത്രം സലീം കുമാറിന്റെ കരിയറിലെ മികച്ച ഹാസ്യ കഥാപാത്രങ്ങളിൽ ഒന്നാണ്. കൂടുതൽ രംഗങ്ങളില്ലെങ്കിലും മുകുന്ദനുണ്ണി ചിത്രത്തിന്റെ മഹാവിജയത്തിന്റെ വലിയ ചേരുവയായിരുന്നു. ഈ കഥാപാത്രവും റീലുകളിലും ട്രോളുകളിലും ഇന്നും ഉപയോഗിക്കപ്പെടുന്നുണ്ട്. തലമുറ മാറ്റമില്ലാതെ മലയാളിയെ ചിരിപ്പിച്ച മണവാളൻ, നായകനേക്കാൾ കയ്യടി വാങ്ങിയ കണ്ണൻ സ്രാങ്ക്, അങ്ങനെ ഷാഫി, സലീം കുമാർ കൂട്ടുകെട്ടിൽ പിറന്നതെല്ലാം തന്നെ ഹിറ്റുകളാണ്. അണിയറ നമുക്കൊരു മണിയറയാക്കാമെന്ന് ജോലിക്കാരോട് പറയുന്ന ഡയലോഗ് ഇപ്പോഴും കേരളീയർക്കിടയിൽ ട്രെൻഡിംഗ് ആണ്. ചിലപ്പോൾ ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ എന്ന ഡയലോഗും എങ്ങനെ മറക്കാൻ സാധിക്കും? എന്തുകൊണ്ട് സലീം കുമാർ ട്രോളുകൾ ഇത്ര ജനപ്രിയമാകുന്നുവെന്ന് ചോദിച്ചാൽ സലീം കുമാറിൻ്റെ മുഖഭാവങ്ങളിലെ വൈവിധ്യമാണ് ഇതിന് പ്രധാന കാരണം. അതീവ സങ്കടം, പെട്ടെന്നുള്ള ഞെട്ടൽ, കള്ളച്ചിരി, നിസ്സഹായാവസ്ഥ, അഹങ്കാരം തുടങ്ങി മനുഷ്യൻ്റെ ഏത് ഭാവവും അദ്ദേഹത്തിൻ്റെ മുഖത്ത് അനായാസം വിരിയും. ഒരു വരി എഴുതി ഫലിപ്പിക്കുന്നതിനേക്കാൾ വേഗത്തിൽ സലീം കുമാറിൻ്റെ ഒരു കഥാപാത്രത്തിൻ്റെ ഭാവത്തിലൂടെ ആ വിഷയം സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ സാധിക്കും. മായാവിയിലെ കണ്ണൻ സ്രാങ്ക് മാത്രം മതി ആ റേഞ്ച് മനസ്സിലാക്കാൻ. മലയാള സിനിമ നിലനിൽക്കുന്നിടത്തോളം കാലം തന്നെ അദ്ദേഹം അവതരിപ്പിച്ച പല കഥാപാത്രങ്ങളും ഇനിയും ജീവിക്കും. തൻ്റെ കഥാപാത്രങ്ങൾ ട്രോൾ ചെയ്യപ്പെടുന്നതിനെ അതീവ സന്തോഷത്തോടെയാണ് സലീം കുമാർ സ്വീകരിച്ചിട്ടുള്ളത്. പല അഭിമുഖങ്ങളിലും താൻ പോലും വിസ്മരിച്ച പല പഴയ കഥാപാത്രങ്ങളെയും ജീവനോടെ നിലനിർത്തുന്നത് ട്രോളന്മാരാണെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. സിനിമ ഇറങ്ങി വർഷങ്ങൾ കഴിഞ്ഞിട്ടും പുതിയ തലമുറയിലെ കുട്ടികൾ പോലും സലീം കുമാറിൻ്റെ ഡയലോഗുകൾ ഹൃദ്യസ്ഥമാക്കുന്നത് ഈ ട്രോളിൻ്റെ ഭാഗമായിട്ടാണ്. ഒരർത്ഥത്തിൽ മലയാളിയുടെ ചിരിയെയും ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനെയും മാറ്റിമറിച്ച ട്രോൾ ലോകത്തെ അനിഷേധ രാജാവ് തന്നെയാണ് സലീം കുമാർ. മഹാരാജാസ് കോളേജാണ് സലീം കുമാറിലെ മിമിക്രി കലാകാരനെ വളർത്തിയത്. കൊച്ചിൻ കലാഭവനിലൂടെ വേദികളിൽ നിന്ന് വേദികളിലേക്ക് ആ ശബ്ദാനുകരണവും തമാശകളും പടർന്നു. 1969 ഒക്ടോബർ 9 വടക്കൻ പറവൂരിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. കൊച്ചിൻ കലാഭവനിലും സാഗറിലുമെല്ലാം സജീവമായി മിമിക്രി അവതരിപ്പിച്ചു. ഉറ്റ സുഹൃത്തായ നാദൃശയാണ് സലീം കുമാറിനെ സിനിമയിലേക്ക് കൈപിടിച്ച് കയറ്റിയത്. ഇഷ്ടമാണ് 100 വട്ടമാണ് ആദ്യ ചിത്രം. 2000 പുറത്തിറങ്ങിയ തെങ്കാശിപട്ടണം സൂപ്പർ ഹിറ്റ് ആയതോടെ സലീം കുമാർ മലയാളിയുടെ മനസ്സിൽ ഇരിപ്പുറപ്പിക്കുകയായിരുന്നു. 300-ലേറെ സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. 3 തമിഴ് സിനിമകളിലും ഒരു ഒഡിയ സിനിമയിലും സലീം കുമാർ അഭിനയിച്ചു. കൂടാതെ കമ്പാർട്ട്മെന്റ്, കറുത്ത ജൂതൻ, ദൈവമേ കൈതൊഴാം, കെ കുമാറാകണം എന്നീ സിനിമകളും അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്.